നിങ്ങളുടെ ബന്ധം ശരിക്കും അവസാനിച്ചോ അതോ ഇതിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. ഞാൻ എനിവേ നിങ്ങളോട് ഒരിക്കലും ഷുഗർ കോട്ട് ചെയ്തൊന്നും സംസാരിക്കില്ല. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് എങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ഡിസെപ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 7 ഓഫ് സോർട്സ് ആണ്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അവർ നിങ്ങളെ മാരി ചെയ്യാമെന്നൊക്കെ. എന്നാൽ ബിഹൈൻഡ് ദ സീൻ നടന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. അവർ ശരിക്കും നിങ്ങളെ ബിട്രേ ചെയ്തു. ഒരു ക്ലൂ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ നിങ്ങളോട് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങളെ തകർത്ത് കളഞ്ഞു. കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അത്. ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്. അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഹാങ്ഡ് മൻ കണ്ടോ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കണക്ഷൻ ശരിക്കും ഒരു പോസ് സ്റ്റേജിലാണ്, അതായത് പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ കണക്ഷൻ. ഇപ്പോൾ ഇതിന് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തന്നെ നിൽക്കും. എന്തായാലും ഒരു ഇമ്മീഡിയറ്റ് റീകൺസിലേഷൻ ഇവിടെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ നമ്മൾക്ക് ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും എന്താ പറയുക, ഏസ് ഓഫ് സോർട്സ് വന്നു എന്ന് വെച്ചിട്ട് എപ്പോഴും അവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നില്ല. ഏസ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂ ബിഗിനിങ് ആണ് പറയണത്. അപ്പോൾ അത് വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അവർ ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റക്ക് സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി തരണം എന്നൊക്കെ അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അവർ ഒരുപാട് വറീഡാണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് ഓവർ തിങ്കിങ്ങുമാണ്. അവർ വല്ലാതെ ആങ്ഷ്യസ് ആണ്. ശരിക്കും പേടിയുമുണ്ട്. ബിക്കോസ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങളോട് കള്ളം പറഞ്ഞു, അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരാഗ്രഹവുമില്ല. അതാണ് അവർ വല്ലാതെ വറീഡായിട്ടിരിക്കുന്നത്. അവർക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് നല്ല ടെൻഷനും അതോടൊപ്പം ഉണ്ടാവാൻ കാരണം അതാണ്. ഈ സൺ ഇവിടെ വന്നിരിക്കുന്നത്, അതായത് നിങ്ങളുടെ കൂടെ ആയിരുന്നു, ആ വ്യക്തി നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു വേർഷൻ ഉണ്ടല്ലോ, അതിപ്പോൾ അവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഒറിജിനൽ ഒരു വേർഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയണം അവരുടെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ശരിക്കും സോ സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യിച്ചിരുന്നത്. അതായത് അവർക്കുണ്ടായ ഫീൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഡിഫക്ട്സും അവരുടെ എല്ലാ കുറവുകളും അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ കൂടെ നിർത്തി. അതായത് അവർക്ക് അവരെക്കുറിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യമോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വേറെ ആരും അവരെ മനസ്സിലാക്കാത്തതുപോലെ നിങ്ങൾ അവരെ മനസ്സിലാക്കി, അവരെ കൂടെ നിർത്തി. അതുകൊണ്ട് തന്നെ വേറെ ഒരിടത്തു നിന്നും കിട്ടാത്ത ഒരു സന്തോഷം അവർക്ക് നിങ്ങളിൽ നിന്നും കിട്ടി. നിങ്ങൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഒരു മാസ്ക് വെയർ ചെയ്ത് നിൽക്കേണ്ട ആവശ്യം അവർക്ക് വന്നിരുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയണത് അവരുടെ ആ ഒരു വേർഷൻ അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കാരണം. അതായത് നിങ്ങളെപ്പോലെ അവരെ മനസ്സിലാക്കുന്ന വേറൊരു വ്യക്തിയില്ല. ഇത് ശരിക്കും ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ് ആയിരുന്നേക്കാം. അതായത് ഈ വ്യക്തിനെ ഒരുപാട് നാൾ കൊണ്ട് നിങ്ങൾ അറിയുന്ന മാതിരത്തെ ഒരു വൈബാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണിത്. ഇത് നിങ്ങളുടെ കർമ്മയുമാണ്. പിന്നെ ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്. ഈ വ്യക്തിയായിട്ടുള്ള കാർമിക് ഡെറ്റ്സ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാർമിക് ലെസൺസ് എല്ലാം നിങ്ങൾ ലേൺ ചെയ്യുകയും ചെയ്യണം. ഇനിയിപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലോ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ബെസ്റ്റ് വേർഷൻ ആണ് അവർക്ക് മിസ്സായത്. എന്നാൽ ഒരു ട്രൂ ലവ് ഒന്നും അവർ നിങ്ങളോട് കാണിച്ചതുമില്ല. നിങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻ, അതുപോലെ തന്നെ ആ ലൈറ്റ് ഹാർട്ടഡ് ഫീലിംഗ്, അതൊക്കെയാണ് അവർ ശരിക്കും മിസ് ചെയ്യണത്. ഈ പേഴ്സൺ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ അവരൊരു ഇമോഷണൽ ഇമ്മച്വർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അവർ എന്താ പറയുക, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
അവർക്കിപ്പോൾ തോന്നുന്നുണ്ട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. ഈ 7 ഓഫ് വാണ്ട്സ് കണ്ടോ, ഈ പേഴ്സൺ ശരിക്കും എക്സ്ട്രീംലി ഡിഫെൻസീവ് ആണ്. അവരുടെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവർ ഒരിക്കലും റെഡിയല്ല. അവർക്കറിയാം അവരായിട്ട് മുന്നോട്ട് വന്നാൽ നിങ്ങൾ അവരുടെ ഡിസെപ്ഷനെ കുറിച്ചൊക്കെ ചോദിക്കുമെന്ന്. അതായത് അവർ നിങ്ങളോട് ചെയ്ത ചതിയും വഞ്ചനയും എല്ലാം നിങ്ങൾ ചോദിക്കുമെന്ന് അവർക്കറിയാം. അവരതിന് റെഡിയല്ല. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ആങ്ഷ്യസ് ആണ്, ഞാൻ പോണോ അതോ പോകണ്ടയോ എന്നൊക്കെ. അതായത് അവരുടെ ആ ഒരു വേർഷൻ അവർ മിസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവർക്ക് ആ പഴയ വേർഷൻ ആക്സസ് ചെയ്ത് വന്നാൽ പോലും നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട് അവർക്ക്. അവരൊരിക്കലും ഓപ്പൺ അപ്പ് ആവാൻ റെഡിയല്ല. അവരൊരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് അവരത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് പകരം അവരതൊരു എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അതിനൊരു റീസൺ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ആങ്സൈറ്റിക്ക് കാരണം. അവരുടെ ആ ഒരു വേർഷൻ ആക്സസ് ചെയ്ത് വന്നാൽ പോലും നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം അവർക്ക് അതിന് എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഇനി ഇതൊക്കെ ആണെങ്കിൽ പോലും ആ പേഴ്സൺ എന്തായാലും ഒരു മെസ്സേജ് ആയിട്ട് വരും. അതിപ്പോൾ ഒരു നോർമൽ മെസ്സേജ് ആയിരിക്കും കേട്ടോ. നിങ്ങളൊരു നോർമൽ റിപ്ലൈ കൊടുത്താൽ ഓക്കെ. ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് എങ്കിൽ അവർ അഭിമാനത്തോടെ കയറി വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അവരിപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആണോ അതോ ഇപ്പോഴും ആംഗ്രി ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അവർക്കറിയാം അവർക്ക് ശരിക്കും അറിയാം നിങ്ങളിപ്പോൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെന്നും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ അവരെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ വന്നില്ലേ, അപ്പോൾ അതിൽ നീ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്ന ആറ്റിറ്റ്യൂഡ് അവർ നിങ്ങളോട് കാണിക്കും. സോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം എന്താ, ഞാൻ വന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ അവരെ ഈ എന്താ പറയണേ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവർക്കൊരു ക്ലീൻ ഷീറ്റ് നൽകുകയും ചെയ്താൽ അവർ വീണ്ടും വരും വിത്ത് പ്രൈഡ്. അതുപോലെ അവർ നിങ്ങളോട് ചെയ്ത ചതി നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട വരും. എന്തായാലും നിങ്ങളതിന് റെഡി ആണോ? നിങ്ങൾക്ക് അവർ ചെയ്ത ചതി അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞ കള്ളം അതെല്ലാം നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ റെഡി ആണോ? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഒരു വ്യക്തി നിങ്ങളെ കള്ളം പറയുകയോ നിങ്ങളെ ചതിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ഇഗ്നോർ ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വീണ്ടും നിലനിൽക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഹേർട്ട് ചെയ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എന്തായാലും അവർ പോവും. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ അവർ പോകും ഉറപ്പായിട്ടും. അവർ ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഇനി ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയണതെന്ന്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന ഇതാണ്. ഒന്നും ചോദിക്കാതെ വ്യക്തിയെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർ ശരിക്കും തിരിച്ചു വരും, ഒരു കിങ് ഓർ ക്യൂവിനെ പോലെ. ഇനി നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിലോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യും. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവർ പോവുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണോ അതോ വേണ്ടയോ? ഇനി ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന്. കാരണം എൻ്റെ പാസ്റ്റ് വേർഷൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും. അവരെ സ്വീകരിച്ചിട്ടുണ്ടാവും, അവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ അവരോടൊരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടും. കാരണം എന്തിനത് ചെയ്തു അത് നമ്മൾക്ക് അറിയണം അല്ലേ. അപ്പം നമുക്ക് പറയും നിങ്ങൾക്ക് എൻ്റെ ലൈഫിലേക്ക് വരണമെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട. നിങ്ങൾ എനിക്കൊരു സ്പേസ് തരും, ഇനിയും നിങ്ങളുടെ ലൈഫിൽ എനിക്കൊരു സ്പേസ് തരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സിറ്റുവേഷൻ മോശമാകുമ്പോൾ നിങ്ങൾ വീണ്ടും പോവോ? ഇങ്ങനെയെല്ലാം ചോദിക്കും. അല്ലെങ്കിൽ നമുക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ കൺവീനിയൻറ്റും ഇൻകൺവീനിയൻറ്റും ഒക്കെ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അപ്പോഴും പരസ്പരം നിൽക്കണം, അവർക്ക് വേണ്ടിയിട്ട് ഒന്നായിട്ട് നിൽക്കണം. ആ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു റിലേഷൻഷിപ്പ് ഒരു വ്യക്തിക്ക് പറ്റിയില്ല എങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവരിപ്പോൾ നിങ്ങളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഇമോഷണൽ അബ്യൂസിന് എന്താ പറയണത്, നിങ്ങളിപ്പോൾ അവരെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരിപ്പോൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പറയാം ഇങ്ങനത്തെ ഒരു ഇമോഷണൽ അബ്യൂസിന് നിന്ന് തരില്ല എന്ന്. ബിക്കോസ് ഐ ലവ് മൈസെൽഫ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതാണ് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. എനിക്ക് നല്ലതല്ലാത്തതൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. നിങ്ങൾക്കങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത
അത്ര കാലം മറ്റുള്ളവർ നിങ്ങളെ ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും.